ഇന്നത്തെ പരിപാടി ഒരു മോഡേൺ ആയിട്ടാട്ടോ, നമ്മുടെ മക്കൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന മയോണീസ്. അതിനായിട്ട് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്, 3 വെളുത്തുള്ളീൻ്റെ അല്ലി, ഒരു ചെറുനാരങ്ങേൻ്റെ പകുതി, 1 കപ്പ് സൺഫ്ലവർ ഓയിൽ. ആദ്യം തന്നെ നമുക്ക് മുട്ട പൊട്ടിച്ച് മിക്സിൻ്റെ ജാറിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഒന്നിച്ചാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് വെള്ളം മാത്രം എടുത്തിട്ട് ഇത് ചെയ്യാം കേട്ടോ. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക, അതിനുശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുന്നേരം ശ്രദ്ധിക്കുക, വളരെ കുറച്ചേ പറ്റുള്ളൂ. അധികമായി പോയാൽ നമ്മുടെ മയോണൈസിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. അതിനുശേഷം ഒരു നുള്ള് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട്, ഒരു നുള്ള് കേട്ടോ, അധികമായി പോകരുതേ, ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കരുത്, ഓരോ പ്രാവശ്യം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കണം. ഒരു പ്രാവശ്യം ഒഴിച്ച് കൊടുക്കുക, ഒന്ന് അടിച്ചെടുക്കുക, അതിനുശേഷം വീണ്ടും ഒഴിക്കുക, അടിക്കുക. ഓരോ പ്രാവശ്യം അടിക്കും തോറും ഈ നമ്മുടെ മയോണീസിൻ്റെ കട്ടി കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവസാനം നമുക്ക് ആ മയോണീസിൻ്റെ പരുവത്തിലെത്തുമ്പോൾ നമുക്ക് അവിടെ വെച്ച് നിർത്താം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മയോണീസ് നല്ല പരുവായിട്ടുണ്ട്. നമ്മുടെ ഹെൽത്തി മയോണീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കറിയാം, മക്കൾക്ക് മാത്രമല്ല വലിയവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ്. എനിക്ക് തോന്നുന്ന ഒരു ഫ്രഞ്ച് ഡിഷാണെന്ന് തോന്നുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇത് ഒരുപാട് സമയമൊന്നും നമുക്ക് വെച്ചിരിക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലേ. പിന്നെ നമുക്കെന്താ, ഹോട്ടലിൽ നിന്ന് നമ്മൾ ന്യൂസൊക്കെ കേൾക്കുന്നതാണ്, പഴകിയ മയോണീസൊക്കെ കഴിച്ച് ആൾക്കാർ മരിച്ച ന്യൂസെല്ലാം നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ മക്കൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്താൽ, ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പൊറോട്ടേൻ്റെ കൂടെയോ ബീഫിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇത് കൂട്ടിയാൽ നല്ല ടേസ്റ്റാണ്. മക്കൾ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്നൊന്ന് ഉണ്ടാക്കി നോക്കുക, മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.